ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഇന്നാണ് മിന്നുൻ്റെ ഹൽദി, അതായത് 26-ാം തീയതി. 26-ന് ഹൽദിയും 27-ന് മെഹന്തിയും ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് ഹൽദി. അപ്പം നമ്മൾ ഗ്രാൻഡിൽ വെച്ചിട്ടായിരുന്നു ഹൽദിയും മെഹന്തിയും പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിതാ ഞാനും റിയയും മിന്നും നമ്മൾ 3 പേരും കൂടിയും അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷനും നാളത്തെ ഫംഗ്ഷനൊക്കെ കൈകാര്യം ചെയ്യുന്നത് മിന്നുൻ്റെ ഏട്ടൻ്റെ ഫാമിലി ആയിരുന്നു. അപ്പം നമുക്ക് അവിടെ ഒരു റോളില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മളിതാ അവിടെ എത്തി. ബ്യൂട്ടീഷ്യനൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊരു റൂം തന്നെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത് തന്നെ. ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ ലേറ്റായിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടീഷ്യനൊക്കെ കറക്റ്റ് ടൈമിൽ അവിടെ എത്തി കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നാൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ വന്നപാട് തന്നെ നമ്മൾ ആദ്യം മിന്നു വേഗം മേക്കപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഒരു മിന്നുൻ്റെ മേക്കപ്പ് ഒരു പകുതിയൊക്കെ ആയിട്ട് നമ്മുടേത് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലഞ്ച് ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ അവിടുത്തെ TV-യിൽ കുറേ നേരം കളിച്ചു. അവിടുത്തെ സെറ്റിങ്സ് ഒന്നും മനസ്സിലാവുന്നില്ല. അവസാനം നമ്മൾ ഏതൊരു മ്യൂസിക്കൊക്കെ വെച്ചു എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഫുഡ് വന്നത്. നമ്മൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. 2 ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് 1000 എബോവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റൈറ്റിന് വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഓക്കെ ഫുഡായിരുന്നു എന്ന് പറയാം. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കോഫി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇവിടെ ഈ കോഫി, ടീ, ഹോർലിക്സ്, ബൂസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൽ കോഫി സെലക്ട് ചെയ്തു ആക്കാമെന്ന് വിചാരിച്ചു. ഷുഗർ ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഒരു 4 പേർക്കുള്ള കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു റെഡി ആയത്. ബട്ട് അത് ഒരാൾക്ക് പോലും തികഞ്ഞില്ല. ഒരു ഗ്ലാസ്സിൽ ഹാഫ് കോഫി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെയുള്ള ഷുഗർ ഫുള്ള് ഞങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഹാഫ് കോഫി റെഡി ആക്കിയത് തന്നെ. അതന്നെ ഒരുമാതിരി വെള്ളം പോലെ ഇങ്ങനെ എന്തോ ഒരു കോഫി ഒരു സുഖമില്ലായ്മ പോലെ. ഇനി ഞങ്ങൾ ഉണ്ടാക്കിയ മിസ്റ്റേക്കാണോ അതോ എന്താ പറയുക അത് ഓൾറെഡി അങ്ങനെ ആണോ എന്നറിയില്ല. പിന്നെ നമുക്കിതവിടെ അല്ലാണ്ട് തന്നെ കുറച്ച് ചിപ്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് തന്നെ ഇതിൽ ലേസും കാര്യങ്ങൾ നമ്മൾ കുറച്ച് എടുത്ത് തിന്നൊക്കെ ചെയ്തു. അര ഗ്ലാസ്സിലോ ഒരാൾക്ക് പോലും ഇല്ലാണ്ട് പൊടികളൊക്കെ തീർന്നുണ്ട് കേട്ടോ. 4 പാക്കറ്റ് പഞ്ചസാര, 4 പാക്കറ്റ് പാൽപ്പൊടി എല്ലാം ഉണ്ടായി. കോഫി ആയോ? പക്ഷേ 2 ഗ്ലാസ്സിൽ വേണ്ടതാണ്. അങ്ങനെ പിന്നെ മിന്നുവിനെ വിളിക്കാൻ വേണ്ടി ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. വെളിച്ചം പോകുന്നതിന് മുന്നേ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഗൈസിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ സ്വന്തമായി തയ്ച്ച ഡ്രസ്സാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ പിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. ഞാനും റീം നേരെ അവിടെയുള്ള നമ്മുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. എമറാൾഡിലാണ് നമ്മൾ പരിപാടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പൊട്ടൊക്കെ മൂക്കുമേൽ മൂക്കുത്തി പോലെ ആക്കി എടുത്തിക്കണ്. അങ്ങനെ എന്താ ഞങ്ങൾ അവിടുത്തെ ഇപ്പോൾ ഇതാ ഫ്രണ്ട് എന്താ നല്ല അതിമനോഹരമായി ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൽദി സെറിമണി അനക ആൻഡ് നിതിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതവിടെ പാട്ടൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഫുള്ള് വൈബായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതാ ഞങ്ങളെയും കാട്ടി മുന്നേക്ക് അവിടെ ഒരാൾ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ മാളു. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 ആളും കൂടി നേരെ താഴത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ താഴത്തേക്ക് എത്തിയപ്പം ഒരുവിധം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടെന്ന്. ഒരുവിധം ആൾക്കാരൊക്കെ മഞ്ഞാണ്, ചിലർ മാത്രമേ കളർ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞാനിതാ പുറത്തിറങ്ങി ഒന്നും കൂടി മൂക്കത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അപ്പോഴാണ് തുമ്പിട് വന്നത്. അപ്പോൾ അതിനെ വേഗം എടുത്തു. ഇത് പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ ആണല്ലോ, ക്യാമറയിലൊക്കെ നോക്കിയില്ലെന്ന്.
ബൈ വൺ ആയിട്ട് ഓരോരുത്തർ വന്നിട്ട് ദെൻ എല്ലാ ഫാമിലി അവർക്ക് എക്കാലം സൂക്ഷിക്കാനായിട്ട് യു ക്യാൻ റൈറ്റ് ഡൗൺ അങ്ങനെ ഇതാ മഞ്ഞളൊക്കെ എല്ലാവരും തേച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് പാട്ടൊക്കെ കേട്ട് അതിൻ്റെ ശേഷം പിന്നെ ഇവരോട് കപ്പിൾസിനോട് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചു നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഡാൻസൊക്കെ കളിച്ച് നല്ല വേർത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കഴിക്കാനായിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് ചിലതിൻ്റെ പേരെന്താണെന്നും കൂടി എനിക്കറിയില്ലായിരുന്നു. ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എടുത്തതിൽ പകുതി മുക്കാലും ഞാനൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് ചിലതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉള്ളത് കഴിച്ച് വെള്ളപ്പവും ബീഫും അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മധുരം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബിസ്ക്കറ്റ് പുഡിങ് തോന്നുന്നുണ്ട്. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ നേരെ മൂന്നാളെ റൂമിലേക്ക് പോയി. ഇന്ന് ഞങ്ങൾ സ്റ്റേ ആയിരുന്നു. നാളെ മെഹന്തി ആയതുകൊണ്ട് ഇപ്പോൾ റൂമൊക്കെ അലങ്കോലായി എന്തോ ആയി കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളത് ഫ്രഷായി ഒരു കൊക്കക്കോളയും ലേസൊക്കെ എടുത്ത് കൊണ്ടുകൊണ്ട് ഞങ്ങളതും കഴിച്ച് നേരെ കിടന്നുറങ്ങി കേട്ടോ. ഇനി മെഹന്തിയുടെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കേട്ടോ. ബൈ ഗൈസ്.